ചില പ്രാർത്ഥനകളുണ്ട് ഖുർആനിൽ. അത് ഞാൻ മുഴുവൻ പറഞ്ഞാൽ എവിടെ എത്തൂല. ചില പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ നിങ്ങളൊന്ന് എടുത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനകൾ മനസ്സിന് വല്ലാത്ത ആശ്വാസം. ഒരു പക്ഷേ നിങ്ങളുടെ പാഠഭാഗത്തിൽ എവിടെയോ ടച്ച് ചെയ്തു പോയിരിക്കുന്ന പ്രാർത്ഥനകൾ. ഒന്ന്, റബ്ബന ലാ തുആഖിദിന ഇൻ നസീന ഔ അഖ്തഅന റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിന റബ്ബന വലാ തുഹമ്മിൽന മാ ലാ ത്വാഖത ലനാ ബി ഫഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാന ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഞാനിപ്പോ അങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ഒരു എല്ലാ ആശയങ്ങളും അടങ്ങിയ പ്രാർത്ഥന, എല്ലാ ആശയങ്ങളും. പടച്ചോനെ പിടികൂടരുതേ, പെട്ടെന്ന് അങ്ങനെ പിടിക്കരുതേ പടച്ചോനെ, കാരണം ഞങ്ങൾ അബദ്ധം ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ ആലോചിച്ചു, ഈ ആയത്ത് അമാനി മൗലവിന്റെ വ്യാഖ്യാന സഹിതം നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ എന്തൊരു ശാന്തിയാ മനസ്സിന്. പടച്ചോനെ പിടിക്കല്ലേ ഞങ്ങളെ. എന്താ പിടിക്കരുത് പറയാൻ കാരണം? ഞങ്ങൾ അബദ്ധം ചെയ്തിട്ടുണ്ട്, മറന്നിട്ട് ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അബദ്ധത്തിലൂടെ, മറവിയിലൂടെ ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന ഈ തെറ്റുകൾ പടച്ചോൻ അതിന്റെ പേരിൽ ഞങ്ങളെ പിടിക്കരുതേ. പിന്നെ അടുത്ത ഭാഗം എന്താ അറിയോ? വല്ലാത്ത ഭാരം തന്നിട്ട് ഞങ്ങളെ നീ ഞെരുക്കി കളയരുതേ എന്ന്. വല്ലാത്ത ഭാരം നൽകി, ഞങ്ങളെ മുതുകടക്കം പൊട്ടിപ്പോകുന്ന രൂപത്തിലുള്ള ഭാരങ്ങൾ നൽകി ആശ്വാസമില്ലാത്ത രൂപത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആയിപ്പോകരുതേ പടച്ചോനെ. പിന്നെയോ വലാ തുഹമ്മിൽന മാലാ ത്വാഖത ലനാ ബി, കഴിവില്ലാത്ത കാര്യമൊന്നും ഭാരമൊന്നും ഞങ്ങൾ ഏൽപ്പിക്കരുതേ നാഥാ. ഫഗ്ഫിർ ലനാ വർഹംനാ, പുറത്തിരണേ നാഥാ, കരുണ കാണിക്കണേ നാഥാ. ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, നിഷേധികളുടെ വിഷയത്തിൽ ഞങ്ങളെ വല്ലാതെ സഹായിക്കണേ നാഥാ. നിങ്ങൾ ആലോചിക്കണം, റബ്ബനാ ലാ തുആഖിദിന എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക. അപ്പൊ ഈ ആയത്ത് പക്ഷേ നമ്മുടെ റമദാൻ മാസത്തിൽ നമ്മളിങ്ങനെ അത് തീർക്കാനുള്ള തിരക്കിന്റെ ഇടയ്ക്ക് ഓതിപ്പോയിട്ടുണ്ടാവില്ലേ? ഒന്ന് മനസ്സ് വെച്ചിട്ട്, ഒന്ന് മനസ്സിനുള്ളിലേക്ക് കയറ്റി വെച്ച് പ്രാർത്ഥന നടത്തി നോക്കി നിങ്ങള്. പടച്ചോനെ പിടികൂടരുതേ, നശിപ്പിക്കരുതേ. അബദ്ധം ചെയ്യുന്ന മനുഷ്യന്മാരാട്ടോ ഞങ്ങള്. അതിന്റെ പേരിൽ ഞങ്ങൾ ആകെ പിടികൂടുകയാണെങ്കിൽ അതിനെ നേരെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ദുർബലന്മാരാ ഞങ്ങള്. കണ്ണുകൊണ്ട് തെറ്റിക്കുന്നവരാ, കൈകൊണ്ട് തെറ്റിക്കുന്നവരാ, പല വിഷയത്തിലും അബദ്ധങ്ങൾ സംഭവിക്കുന്നവരാ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾ നീ പിടികൂടരുതേ. ഈ ആയത്തുകൾ നമ്മളിങ്ങനെ ചില പ്രാർത്ഥനകൾ വായിക്കുമ്പോൾ വല്ലാത്ത ഒരാശ്വാസവും സമാധാനവും നമുക്ക് ലഭിക്കുകയും ഖുർആൻ ശരിക്കും ഒരു ശാന്തി നൽകുന്ന, സമാധാനം നൽകുന്ന വേദഗ്രന്ഥമാണ് നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. ഇനി ഒരു പ്രാർത്ഥന കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം കൂടി അവസാനിപ്പിക്കാം. ഒന്ന്, റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ആ പ്രാർത്ഥനയുടെ അർത്ഥങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താ അതിന്റെ അർത്ഥം? പടച്ചോനെ പുറത്തു തരണേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. വലി ഇഖ്വാനിന ലദീന സബഖൂന ബിൽ ഈമാൻ, ഈമാനോടുകൂടി മുൻകടന്നു പോയിരിക്കുന്ന ആൾക്കാർക്ക് നീ പുറത്തു തരണേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ, ഒരാളോടും വിദ്വേഷവും പകയില്ലാണ്ട് ജീവിക്കാൻ പറ്റണേന്ന്. പുതിയ കാലഘട്ടത്തിൽ സ്വർഗം നിഷിദ്ധമാകുന്ന പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നമ്മളൊക്കെ അറിയാം. ഷിർക്ക്, കുഫ്ർ, നിഫാഖ്, ഇതൊക്കെ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ പാഴായി പോകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ്. അപ്പൊ എനിക്ക് തോന്നിയത്, ഞാനിപ്പോ വായിച്ചിരിക്കുന്ന 2-3 ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയത്, മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള പകയും വിദ്വേഷവും എടുത്തു മാറ്റാത്ത കാലത്തോളം അയാളുടെ അമലുകൾ റബ്ബിന്റെ അടുക്കിലേക്ക് പൊങ്ങിപ്പോവില്ല. അപ്പൊ ഈ സംസാരിക്കുന്ന ഞാനും സംസാരം ശ്രവിക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഈ ഒരു പകയും വിദ്വേഷവും വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സാധ്യത ഉള്ളതുകൊണ്ട് മുഅ്മിനുകളായിരിക്കുന്ന നമ്മോടാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. മുഅ്മിനുകളായിരിക്കും നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ, പടച്ചോനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണം. ആ പ്രാർത്ഥന പുറത്തു തരണമെന്ന് പ്രാർത്ഥിക്കണേ. ആർക്ക്? വിശ്വാസികളായിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പുറത്തു കൊടുക്കണേന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ തന്നെ എന്താ അറിയോ? മനസ്സിനുള്ളത് പക പോയി കിട്ടണം, എന്നാലേ പ്രാർത്ഥിക്കാൻ കഴിയൂ. ഇതിന്റെ അടുത്ത ഭാഗം എന്താ? പടച്ചോനെ മനസ്സിൽ ഒരു പകയും വിദ്വേഷവും തരരുതേ. ആരെപ്പറ്റി? ഒരു മനുഷ്യനെ പറ്റിയും, മറ്റ് ആശയം സ്വീകരിക്കുന്ന മനുഷ്യന്മാരെ പറ്റി പോലും മനസ്സിനുള്ള ശത്രുത ഉണ്ടാവരുത്. ഈ പ്രാർത്ഥന നടത്തുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ശാശ്വതമായിട്ട് ഒരാളോട് പകയും വിദ്വേഷവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാം? എനിക്ക് തോന്നുന്നില്ല. നബീന്റെ അടുത്ത് വന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, അയ്യുന്നാസി അഫ്ദൽ യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ആരാണ്? നബി ചില സന്ദർഭങ്ങളിൽ വ്യത്യസ്ത മറുപടിയാ കൊടുക്കുക. അതിലൊരു മറുപടി എന്താ അറിയോ? കുല്ലു മഹ്മൂമിൽ ഖൽബ് വ സുദൂഖുൽ ലിസാൻ,
മഹ്മൂമുൽ കൽബും സുദൂഖുൽ ലിസാനുമായ മനുഷ്യരാണ് ഏറ്റവും അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത്. അപ്പൊ സ്വഹാബിമാർ ചോദിച്ചു, സുദൂഖുൽ ലിസാൻ നഅരിഫു യാ റസൂലുള്ളാഹ്, സുദൂഖുൽ ലിസാൻ എന്നുള്ളത് നിങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബോധ്യായി. എന്താ? സത്യസന്ധനായിട്ട് ജീവിക്കുക, സംസാരത്തിൽ. മഹ്മൂമുൽ കൽബ് എന്താണ്? അത് നബി പറഞ്ഞ പോയിന്റ് എന്താ അറിയോ? ഹുവ തഖിയു അന്നഖിയു ലാ ഗില്ല വലാ ഹസദ വലാ ബഗിയ. ഓ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര മനോഹരമായിട്ട് റസൂൽ പഠിപ്പിച്ചറിയോ? ഈ മനുഷ്യൻ ആരാറിയോ? ഭക്തനാണ്. അയാൾ ഭക്തനാണ്, അയാൾ പരമപരിശുദ്ധനാണ്, പരമപരിശുദ്ധനാണ്. ഇയാളുടെ മനസ്സിന്റെ ഉള്ളിൽ ഗില്ലില്ല, പകയില്ല, വിദ്വേഷമല്ല, വെറുപ്പില്ല. ഈ മനുഷ്യൻ സ്വസ്ഥനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവനാ. ഈ മനുഷ്യനാകുന്നു ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചു. അപ്പോ ആ പ്രാർത്ഥന മനസ്സറിഞ്ഞ ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, എന്ത്? പടച്ചോനെ, എന്റെ മനസ്സിന്റെ ഉള്ളിൽ വേറൊരാളെ സംബന്ധിച്ച് ഒരു ശത്രുതയും ഇല്ലാത്ത രൂപത്തിൽ ജീവിക്കാൻ പറ്റണേ. ആ പ്രാർത്ഥന നമുക്കൊരു ആശ്വാസമാണ്, ഒരു വല്ലാത്ത ആശ്വാസമാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ. ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോ, ഇപ്പൊ ഞാനിവിടെ വിശദീകരിച്ചാണല്ലോ, ഈ ആയത്ത് നമ്മൾ കേട്ടതാണ്, പക്ഷെ ഞാനിത് വിശദീകരിച്ചതാ. ഒന്നുകൂടി ഞാൻ എന്റെ ഗൗരവത്ത് പറഞ്ഞ, അപ്പൊ നിങ്ങൾ പല ആൾക്കാർക്കും തോന്നി അതൊരു ശരിയാണല്ലോ. ഇങ്ങനെ മനസ്സിനുള്ളിൽ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഇത് ഖുർആനിൽ മനസ്സിനൊരു ആശ്വാസം കിട്ടുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ ആ പ്രാർത്ഥന നമ്മൾ അറിയാത്ത ആൾക്കാർ കാണാതെ പഠിച്ച് പ്രാർത്ഥിക്കണം. കാരണം എന്നാലേ മനസ്സിൽ എന്തുണ്ടാവുള്ളൂ? വിദ്വേഷവും പകയും ഇല്ലാതെ